നമസ്കാരം. മലയാള വിഷൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത എറണാകുളത്തെ ഒരു ജൈനക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഈ ജൈനക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നിർമ്മിതി തന്നെയാണ്. ഇത് ഒത്തിരി പഴക്കമുള്ള ഒരു പഴയ പുരാതന ജൈനക്ഷേത്രമല്ല, മറിച്ച് ആധുനിക കാലത്തെ ഒരു ജൈനക്ഷേത്രമാണ്. പക്ഷേ ഏറ്റവും മനോഹരമായിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ കാഴ്ചയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. എറണാകുളം പത്മ ജംഗ്ഷനിലുള്ള ശ്വേതാംബര ജൈനക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. മലയാളികളധികം കണ്ടിട്ടില്ലാത്ത കേരളത്തിലെ ജൈനക്ഷേത്രങ്ങളിൽ ഒന്നാണ് എറണാകുളം പത്മ ജംഗ്ഷനിലുള്ള ജൈനക്ഷേത്രം. ഇത് ശ്വേതാംബര വിഭാഗത്തിൻ്റേതാണ്. ജൈന വിഭാഗങ്ങൾ രണ്ടാണ്: ശ്വേതാംബരർ, ദിഗംബരർ. ശ്വേതാംബരർ വെളുത്ത വസ്ത്രം ധരിക്കുന്നവരും ദിഗംബരർ ആകാശത്തെ വസ്ത്രമാക്കിയത് അല്ലെങ്കിൽ നഗ്നരായവർ എന്നാണ് നമുക്കറിയാൻ പറ്റുന്നത്. എറണാകുളം പത്മ ജംഗ്ഷനിലെ ജ്യൂസ് സ്ട്രീറ്റിൽ കൂടി അല്പദൂരം സഞ്ചരിച്ചാൽ നമുക്ക് ഈ മനോഹരമായ ക്ഷേത്രത്തിലെത്താം. പൊതുവെ ആരാധനാലയങ്ങൾ എല്ലാ ജനതകളും അവരുടെ കയ്യിലുള്ള ഏറ്റവും മികച്ച വസ്തുക്കൾ കൊണ്ടും ഏറ്റവും അധികം ധനം ചിലവഴിച്ചുമാണ് നിർമ്മിക്കുക. ജൈന വിഭാഗം സമ്പന്നരായതിനാൽ അവരുടെ ക്ഷേത്രങ്ങളെല്ലാം തന്നെ അതിമനോഹരമായിരിക്കും. കേരളത്തിൽ പണ്ട് മുതലേ കണ്ടുവരുന്ന ക്ഷേത്ര നിർമ്മാണം തടിയിൽ കൊത്തിയിട്ടുള്ളതാണ്. തടി കൊണ്ട് നിർമ്മിച്ച, തടിയിൽ മനോഹരമായ കൊത്തുപണികളുള്ള ക്ഷേത്രങ്ങളാണ്. അതുപോലെ നമുക്ക് തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കരിങ്കല്ലിൽ തീർത്ത ക്ഷേത്രങ്ങളാണ് കാണാൻ കഴിയുക. എന്നാൽ ഗുജറാത്ത് പോലെയുള്ള ജൈനർ വളരെയധികമുള്ള സ്ഥലങ്ങളിൽ വെള്ള മാർബിളിലാണ് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് കാണാൻ കഴിയുക. ഈ വെള്ള മാർബിളിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ ഒരു ക്ഷേത്രമാണ് പത്മ ജംഗ്ഷനിലുള്ള ഈ മനോഹരമായ ക്ഷേത്രം. ശ്രീ വാസുപൂജ്യ സ്വാമി ശ്വേതാംബർ ജൈൻ മന്ദിർ എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന എല്ലാ കൊത്തുപണികളും മാർബിളിൽ തീർത്തതാണ്. മാർബിളിൽ പല കളറുകൾ ഒക്കെ കൊടുത്ത്, മനോഹരമായ കൊത്തുപണികളൊക്കെ കൊടുത്ത്, മാരു ഗുർജര ശൈലി ഒക്കെ സ്വീകരിച്ചിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുക. ഈ ക്ഷേത്രത്തിൻ്റെ ദർശന സമയം കാലത്ത് 5:30 മുതൽ 11:30 വരെയും വൈകുന്നേരം 5:30 മുതൽ 8:30 വരെയുമാണ്. കൊച്ചി ഒരു കച്ചവട സങ്കേതമായതിനു ശേഷം നിരവധി കച്ചവടക്കാർ ഇവിടെ വന്ന് താമസിക്കുകയും അവരിൽ വളരെയധികം പ്രധാനപ്പെട്ട കച്ചവട വിഭാഗങ്ങളായ ജൈനർ ഇവിടെ അവരുടെ താമസ സ്ഥലം ആക്കുകയും ചെയ്തു. അപ്പോൾ അവർക്ക് ആരാധനയ്ക്കായി മന്ദിരങ്ങളില്ലാത്തതിനാൽ അവർ നിർമ്മിച്ചതാണ് കൊച്ചി പത്മ ജംഗ്ഷനിലുള്ള ഈ ജൈനക്ഷേത്രം. കൊച്ചിയിൽ ഇപ്പോൾ 3 ജൈനക്ഷേത്രങ്ങളാണുള്ളത്. ഇതിൽ ആദ്യത്തേത് കുറച്ചുകൂടി പ്രശസ്തമാണ്, മട്ടാഞ്ചേരിയിലെ ജൈനക്ഷേത്രം. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇതിന് തൊട്ടു മുമ്പ് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. പിന്നെയുള്ളത് പത്മ ജംഗ്ഷനിലുള്ള ഈ ക്ഷേത്രമാണ്. ടൗണിൻ്റെ ഒത്ത നടുക്കാണ് ഇരിക്കുന്നത്. ഇതിന് ഒരു ബ്രീത്തിങ് സ്പേസ് ഇല്ലാത്തതുപോലെയുള്ള ഒരു ലാൻഡ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇതൊരു വലിയ കോമ്പൗണ്ടിന് നടുക്കിരുന്നാൽ അത്യാകർഷകമായിട്ട് ആളുകൾക്ക് തോന്നേണ്ട അല്ലെങ്കിൽ അറിയേണ്ട ഈ ക്ഷേത്രം ലാൻഡ് അധികം ഇല്ലാത്തതിനാൽ
നമുക്ക് സാധാരണക്കാർ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. എന്നാൽ ഇവിടെ ജൈനർ നിത്യമായിട്ട് വരികയും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് ഒരു ജൈൻ ഭോജനശാലയും അല്ലെങ്കിൽ ജൈന ഭക്ഷണ കേന്ദ്രങ്ങളുമൊക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജൈനർ വെജിറ്റേറിയൻ ആണെന്ന് മാത്രമല്ല, അവരുടെ ഭക്ഷണത്തിൽ മണ്ണിനടിയിൽ ഉള്ള ഒരു വസ്തുക്കളും അവർ ഉൾപ്പെടുത്താറില്ല. സൂക്ഷ്മജീവികളെ പോലും അത് ഹിംസിക്കും എന്നുള്ളതുകൊണ്ടാണ് ഇവർ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനങ്ങളിലും ഏർപ്പെടാത്തത്. ജൈനർ പൂർണ്ണമായും അഹിംസാവാദികളാണ്. അതിമനോഹരമായ രീതിയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും ക്രമീകരിച്ചിരിക്കുന്നത്. മാർബിളിൽ കൊത്തിയ ജൈന സങ്കല്പങ്ങൾ അല്ലെങ്കിൽ ജൈന പുരാണത്തിലെ വിവിധ ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. പൂർണ്ണമായും വൈറ്റ് മാർബിളിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ തൂണുകളിൽ കൊടുത്തിരിക്കുന്ന കൊത്തുപണികളുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. വെള്ള മാർബിളിൽ ആരാധനാലയങ്ങൾ അല്ലെങ്കിൽ സ്മാരകങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് മധ്യകാല ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ശില്പ നിർമ്മാണ രീതിയാണ്. നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ ഉദാഹരണമുള്ളത് താജ്മഹലാണ്. പക്ഷേ നിരവധി ക്ഷേത്രങ്ങൾ ആരും അറിയാതെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. കേരളീയരെ സംബന്ധിച്ച് വെള്ള മാർബിളിൽ തീർത്ത ആരാധനാലയങ്ങൾ വളരെ കുറവാണ്. കാരണം കേരളത്തിൽ കൂടുതലായി നിർമ്മിച്ചിരിക്കുന്നത് തടി കൊണ്ടും അല്ലെങ്കിൽ കരിങ്കല്ലുകൊണ്ടുമാണ്. കരിങ്കല്ല് ഇവിടെ സുലഭമായതുകൊണ്ട് കരിങ്കല്ലിലാണ് കൂടുതലായിട്ടും ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുക. ഇവിടുത്തെ ക്ഷേത്രങ്ങൾ കരിങ്കല്ല് ഉള്ളതുപോലെ തന്നെ തടിയിലുമുണ്ട്. തമിഴ്നാട്ടിലാണ് കരിങ്കല്ലിൽ തീർത്ത വിസ്മയങ്ങളുള്ളത്. പക്ഷേ വെള്ള മാർബിൾ താരതമ്യേന ഈ പ്രദേശത്ത് ലഭിക്കില്ലാത്തതിനാൽ അത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരേണ്ടതുണ്ട്. വളരെയധികം സാമ്പത്തിക ചിലവ് വരുന്ന ഈ പ്രക്രിയ അതിനാൽ തന്നെ അധികമാരും നിർവഹിക്കാറില്ല. എന്നാൽ ജൈനരെ സംബന്ധിച്ച് അവരുടെ കേന്ദ്രങ്ങളെല്ലാം നിൽക്കുന്നത് ഗുജറാത്ത് പോലെയുള്ള ബീഹാർ പോലെയുള്ള പ്രദേശങ്ങളിലാണ്. അതിനാൽ തന്നെ അവിടെയുള്ള നിർമ്മാണ ശൈലി അവരുടെ ക്ഷേത്ര രീതികളിൽ കൊണ്ടുവരിക അവരുടെ ഒരു സ്വാഭാവിക രീതിയായി നമുക്ക് കാണാൻ കഴിയും. വെള്ളിയിൽ തീർത്ത വാതിലുകളും അതിൽ സ്വർണം കൊണ്ടുള്ള പണികളുമൊക്കെ ഇത്തരം ക്ഷേത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിൽ അതിമനോഹരമായി നിർമ്മിച്ചിരിക്കുന്നതാണ് പത്മ ജംഗ്ഷനിലുള്ള ഈ ജൈന ക്ഷേത്രം. കേരളത്തിൽ മറ്റൊരിടത്തും വെള്ളമാർബിൾ തീർത്ത ആരാധനാലയങ്ങൾ അധികം കാണാൻ കഴിയില്ല. ജൈനരുടെ ഉത്ഭവം ആദിനാഥ് അല്ലെങ്കിൽ ഋഷഭദേവൻ എന്ന് പറയുന്ന തീർത്ഥങ്കരൻ മുതലാണ് കരുതപ്പെടുന്നത്. അവരുടെ പുരാണങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. ആദിനാഥൻ മുതൽ മഹാവീരൻ വരെ 24 തീർത്ഥങ്കരന്മാരാണുള്ളത്. തീർത്ഥങ്കരൻ എന്ന് പറഞ്ഞാൽ സംസാര ലോകത്തു നിന്നും അവരെ മോചിപ്പിക്കുന്ന ഒരു ടീച്ചർ എന്ന് വേണം നമുക്ക് പറയാൻ. അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള പാത കാണിച്ചു കൊടുക്കുന്ന വ്യക്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. 23ാമത്തെ തീർത്ഥങ്കരനായിരുന്ന പാർശ്വനാഥൻ്റെ കാലം മുതലാണ് ജൈനമതം വളരെയധികം പ്രചാരത്തിൽ വരുന്നത്. മഹാവീരൻ്റെ
മാതാപിതാക്കൾ പാർശ്വനാഥൻ്റെ അനുയായികളായിരുന്നു. മഹാവീരൻ്റെ ജനനശേഷം ജൈനമതം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുകയും രാജഭരണം ജൈനമതത്തെ വളരെയധികം മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. രാജാക്കന്മാരുടെ എല്ലാം അനുഗ്രഹാശിസ്സുകൾ ജൈനമതത്തിനുണ്ടായിരുന്നു. മാത്രവുമല്ല, ക്ഷത്രിയരാൽ സ്ഥാപിക്കപ്പെട്ട ഒരു ക്ഷത്രിയ മതവും കൂടിയായിരുന്നു അത്. മഹാവീരൻ്റെ മരണശേഷം പാടലീപുത്രത്ത് വെച്ച് നടന്ന ജൈനമത സമ്മേളനത്തിൽ വെച്ച് പിന്നീട് 2 സെക്റ്റുകളായിട്ട് തിരിയുന്നതായിട്ട് നമുക്ക് കാണാം, ശ്വേതാംബരർ, ദിഗംബരർ എന്ന്. അതിനുശേഷം ഭാരതമെങ്ങും 2 വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ അധിവസിക്കുകയും അവരുടെ ആരാധനാലയങ്ങൾ പണിയുകയും ചെയ്തു. ശ്വേതാംബരർക്ക് നിലവിലുള്ള കേരളത്തിലെ അല്ലെങ്കിൽ എറണാകുളത്തെ 2ാമത്തെ ക്ഷേത്രമാണ് പത്മ ജംഗ്ഷനിലുള്ളത്. ആദ്യത്തെ ക്ഷേത്രം സൂചിപ്പിച്ചു മട്ടാഞ്ചേരിയിലുള്ള ക്ഷേത്രമാണ്. 2ാമത്തെ ക്ഷേത്രമാണ് പത്മ ജംഗ്ഷനിലുള്ള ഈ മനോഹരമായ ക്ഷേത്രം. വാസ്തുവിദ്യയിൽ അല്ലെങ്കിൽ നിർമ്മാണ രീതിയിൽ കേരളത്തിലെ ഏത് ജൈനക്ഷേത്രത്തേക്കാൾ മികച്ച രീതിയിലാണ് പത്മ ജംഗ്ഷനിലുള്ള ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് നമുക്ക് കാണാം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജൈനക്ഷേത്രങ്ങളുണ്ട്. അതിലിപ്പോഴും ലൈവായിട്ട് നിൽക്കുന്ന ജൈനക്ഷേത്രങ്ങളാണ് ഇതെല്ലാം. ഇത് പിന്നീട് പണികഴിക്കപ്പെട്ടവയാണ്. എന്നാൽ ആദ്യ നൂറ്റാണ്ടിലുണ്ടായിരുന്ന പല ജൈനക്ഷേത്രങ്ങളും പിന്നീട് ഹിന്ദു ക്ഷേത്രങ്ങളായിട്ട് മാറുകയും ഒക്കെ ചെയ്തതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ഉദാഹരണമായി കല്ലിൽ ഭഗവതി ടെമ്പിൾ. കല്ലിൽ ഭഗവതി ക്ഷേത്രം ഒരു കാലത്ത് ജൈനക്ഷേത്രമായിരുന്നു. പിന്നീടത് ഭഗവതിയായിട്ട് ആരാധിക്കുന്നു. അതിനുശേഷം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ASI അത് ഏറ്റെടുക്കുകയും അതൊരു ജൈന സ്മാരകമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ ജൈനർ ഇപ്പോഴും ആ ക്ഷേത്രത്തിൽ വന്ന് അവരുടെ പൂജാകർമ്മങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്. കാസർഗോഡും വയനാട്ടുമൊക്കെ നിരവധി ജൈന കേന്ദ്രങ്ങളുണ്ട്. അവയെക്കുറിച്ചൊക്കെയുള്ള വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കന്യാകുമാരിയിലുള്ള ചിത്രാൾ ജൈന കേന്ദ്രത്തെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ഈ ചാനലിൽ നമുക്ക് ലഭ്യമാണ്. കല്ലിൽ ഭഗവതി ടെമ്പിളിനെ കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ നിലവിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പലയിടങ്ങളിൽ ജൈനക്ഷേത്രങ്ങളുണ്ട്. ആലപ്പുഴയിലും കോഴിക്കോടും എറണാകുളത്തുമൊക്കെ പുതിയ ജൈനക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ആധുനിക കാലത്തെ ജൈനക്ഷേത്രങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാം. ഏറ്റവും മികച്ച വാസ്തുവിദ്യയിലാണ് ഈ താരതമ്യേന പുതിയ ഈ ജൈനക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. മാർബിളിൽ തീർത്ത പ്രതിമകളും മാർബിളിൽ തീർത്ത മലയാളികൾക്കധികം പരിചിതമല്ലാത്ത കൊത്തുപണികളുമൊക്കെ ഇതിനകത്ത് കാണാം. ജൈനക്ഷേത്രങ്ങളെക്കുറിച്ചും ജൈന ശില്പങ്ങളെക്കുറിച്ചും മലയാളികൾക്കധികം പരിജ്ഞാനമില്ലെങ്കിലും കേരളത്തിൻ്റെ ആരംഭ കാലഘട്ടം മുതലേ ജൈന ആരാധനാലയങ്ങളും ജൈന വാസ്തുവിദ്യകളും അതുപോലെ തന്നെ ജൈനർ നൽകിയ സംഭാവനകളും വളരെ വിലപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിലെ പല സ്ഥലനാമങ്ങളും ജൈനരുടെ പൂർവ്വകാലവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ജൈന ആരാധനാലയങ്ങളോ അല്ലെങ്കിൽ ജൈന സങ്കല്പങ്ങളോ ഒക്കെ പിന്നീട് പല മതങ്ങളിലേക്കും മെർജ് ചെയ്തിട്ടുള്ളതാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ ജൈനർക്ക് ഇവിടെ രാജാക്കന്മാരുടെ അംഗീകാരം ലഭിക്കുകയും അതുമായി അവർ വളരെയധികം മുന്നോട്ട് പോവുകയും ചെയ്തു. എന്നാൽ പിന്നീട് ചില ഭരണാധികാരികൾ ജൈനർക്കെതിരാകുകയും അതേ തുടർന്ന് അവർക്ക് ജനങ്ങൾക്കിടയിലുള്ള അംഗീകാരം നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇതിന് സമാനമായിട്ടുള്ള സംഭവം കൂൻപാണ്ഡ്യൻ്റെ കാലത്താണ്. കൂൻപാണ്ഡ്യൻ്റെ കാലത്ത് ജൈനർക്ക് തിരുജ്ഞാന സംബന്ധരുമായിട്ടൊക്കെയുള്ള തോൽവി സംഭവിക്കുകയും 8,000 ജൈനരെ അല്ലെങ്കിൽ തമിഴിൽ പറയുന്ന സമണറെ 8,000 സമണരെ കഴിവേട്ടം നടത്തി എന്നാണ് പറയുക. കഴിവേട്ടം എന്ന് പറഞ്ഞാൽ ഒരു കുന്തത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു മരം കൊണ്ടുള്ള ദണ്ടിൽ ഒരു മനുഷ്യനെ
മനുഷ്യൻ്റെ പിൻഭാഗത്തു നിന്ന് ഈ ശൂലം അല്ലെങ്കിൽ ഈ കുന്തം കയറ്റി വായിലൂടെ പുറത്തേക്ക് കടക്കത്തക്ക രീതിയിൽ നിർത്തി ദിവസങ്ങളോളം നിർത്തി നരകയാതന അനുഭവിപ്പിച്ച് കൊല്ലുന്ന രീതിക്കാണ് കഴിവേറ്റം എന്ന് പറയുക. കൂൻപാണ്ഡ്യൻ വിരോധികളായ 8000 സമണരെ ഇപ്രകാരം കഴിവേറ്റം നടത്തിയെന്നാണ് തമിഴ് ഐതിഹ്യങ്ങളിലൊക്കെ പറയുക. ഇപ്പോഴും ആ നടത്തിയ സ്ഥലവും അതിൻ്റെ ആഘോഷ രീതികളുമൊക്കെ അനുഷ്ഠിക്കുന്നതായിട്ട് കാണാം. സമണത്തം എന്ന് പറയുന്ന സ്ഥലമാണ് അതിനായിട്ട് കാണുക. അങ്ങനെ പല കാലങ്ങളിൽ ഇവരുടെ സ്വാധീനം നഷ്ടപ്പെടുകയും അതിനുശേഷം പലയിടങ്ങളിലായിട്ട് ചെറിയ ഇടങ്ങളിലായിട്ട് മാത്രം അവശേഷിക്കുന്ന നിലയിലേക്ക് വരികയും ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വിജയിയായ രാജാവായ ചന്ദ്രഗുപ്ത മൗര്യൻ, കൗടില്യൻ്റെ ബുദ്ധിയാൽ അധികാരത്തിലേറിയ ചന്ദ്രഗുപ്ത മൗര്യൻ അല്ലെങ്കിൽ അശോകൻ്റെ പിതാമഹനായ ചന്ദ്രഗുപ്ത മൗര്യൻ, അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ശ്രാവണ ബലഗോള അല്ലെങ്കിൽ ഇന്നത്തെ കർണാടകയിലേക്ക് ഭദ്രബാഹു എന്ന് പറയുന്ന സന്യാസിയോടൊപ്പം വരികയും പിന്നീട് അവിടെ സന്യസിച്ച് ഒരു സന്യാസിയായി സല്ലേഖന, നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് മരിക്കുന്ന ജൈനരുടെ രീതിയാണ് സല്ലേഖന എന്ന് പറയുക. ആ സല്ലേഖന രീതിയിൽ മരണപ്പെട്ടു എന്നാണ് പറയുക. വിശാഖ ആചാര്യർ എന്ന് പറയുന്ന മുനിയായിട്ടൊക്കെ അദ്ദേഹത്തെ പറയുന്നുണ്ട്. അത്രയും വലിയ രാജാക്കന്മാർ, ചന്ദ്രഗുപ്ത മൗര്യൻ മാത്രമല്ല, പല്ലവർ, പാണ്ഡ്യർ, ആയി രാജവംശം, ഇതൊക്കെ ജൈന മതവുമായിട്ട് ഒരു കാലഘട്ടത്തിൽ നേരിട്ട് ബന്ധമുണ്ടായിരുന്ന വിഭാഗങ്ങളാണ്. ജൈനമതത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അതിൽ ദൈവസങ്കല്പം ഇല്ല എന്നുള്ളതാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു നിരീശ്വര മതമാണ്. ജൈനരും ബുദ്ധരുമൊക്കെ അപ്രകാരമാണ്. എങ്കിലും പിന്നീട് പലപ്പോഴും ഇതിലെ ആളുകളെ ദൈവമായിട്ട് കാണുന്നവരും കുറവല്ല. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ കഴിവിലൂടെ മനുഷ്യന് അമരത്വം നൽകുക എന്നുള്ളൊരു സങ്കല്പമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ജൈന സങ്കല്പത്തിൽ മനുഷ്യനെ മോക്ഷത്തിലേക്ക്, നിർവ്വാണ അവസ്ഥ എന്നാണ് പറയുക, ആ അവസ്ഥയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. വിവിധ കഠിനമായിട്ടുള്ള രീതികളിലൂടെയാണ് ഇപ്രകാരം സംഭവിക്കാൻ പറ്റുക. ഒരു സാധാരണ മനുഷ്യന് ഒരിക്കലും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മതരീതിയല്ല ജൈനമതത്തിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയുള്ളത്. അതുകൊണ്ട് തന്നെയായിരിക്കും അവർ ബിസിനസ്സിലൊക്കെ വളരെയധികം ശോഭിച്ചിരിക്കുക. കാരണം അവർ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന വ്രതങ്ങളും അവരുടെ രീതികളുമൊക്കെ വെച്ച് നോക്കുമ്പോൾ ബിസിനസ്സിൽ അവരെടുക്കുന്ന സ്ട്രെയിനുകളോ അല്ലെങ്കിൽ അതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഈ ക്ഷേത്രത്തിൻ്റെ രീതിയിൽ തന്നെ നമുക്കറിയാം അവരെത്രത്തോളം പ്രാധാന്യത്തിലാണ് അവരുടെ ആരാധനാലയങ്ങൾ നിർമ്മിച്ചിരിക്കുക എന്നുള്ളത് അറിയാം. ഈ ക്ഷേത്രം വളരെ മനോഹരമായ ആധുനിക രീതിയിലുള്ളൊരു എഞ്ചിനീയറിംഗ് കൂടെ ചേർത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കാണാം. മഴ വീഴുമ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്ത് വെള്ളം വീഴാതിരിക്കാൻ ഏറ്റവും മോഡേൺ ടെക്നോളജിയിലുള്ള ഗ്ലാസ് പർഗോളകളൊക്കെ നിർമ്മിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുക. അപ്പോൾ ആധുനിക അല്ലെങ്കിൽ പരമ്പരാഗത വാസ്തുവിദ്യ ചേർന്ന അതിമനോഹരമായ ഒരു ക്ഷേത്രമാണ് പത്മ ജംഗ്ഷനിലുള്ള ജൈന ക്ഷേത്രം. ഈ ക്ഷേത്രം കാണാനുള്ള റൂട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. പത്മ ജംഗ്ഷനിലുള്ള ഈ മനോഹര ജൈനക്ഷേത്രത്തെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. അടുത്തയാഴ്ച മറ്റൊരു നല്ല വീഡിയോയായി കാണുന്നത് വരെ ബൈ.